പ്രതിരോധ മേഖലയിലെ നിർണായക നീക്കം. റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഇനി മുതൽ ഇന്ത്യയിൽ നിർമ്മിച്ച റഡാർ. പ്രതിരോധ രംഗത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച എയ്സ റഡാർ ഭാഗങ്ങൾ ലഭിക്കും. റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന റഡാറിനായി സങ്കീർണമായ വയറുള്ള ഘടനകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ SFO ടെക്നോളജീസിന് നൽകി ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ തേൽസ്. RBE-2 ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറിലെ വയറുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറാണ് നൽകിയത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലുള്ള നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പ്രദേശീയവൽക്കരണത്തിലെ പ്രധാന ചുവടുവയ്പ്പാണിത്. ഇന്ത്യൻ സായുധ സേനയ്ക്കായി ഉയർന്ന മൂല്യമുള്ള റഡാർ സംവിധാനങ്ങളുടെ ഉൽപ്പാദനം പ്രാദേശികവൽക്കരിക്കാനുള്ള തേൽസിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാണ് കരാർ. ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 റഫാൽ യുദ്ധവിമാനങ്ങളുടെ കരാറിന് പിന്നാലെയാണിത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയുമായുള്ള തേൽസിന്റെ ദീർഘകാല സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കരാറെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ പ്രദേശീയവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ആദ്യ ഓർഡർ കൂടിയാണിത്. ഇന്ത്യയിൽ വിപുലമായ റഡാർ നിർമ്മാണ ശേഷികൾ വികസിപ്പിക്കുന്നതിൽ കരാർ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾക്കായി പുതിയൊരു ലോങ് റേഞ്ച് മീറ്റിയർ എയർ ടു എയർ മിസൈലുകൾ സ്വന്തമാക്കിക്കൊണ്ട് പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ. വ്യോമസേനയുടെ മുൻനിര റഫാൽ വിമാനങ്ങളുടെ ദൃശ്യപരിധിക്കപ്പുറം ആക്രമണശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യമെന്നാണ് പ്രതിരോധ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. കൂടാതെ ഇന്ത്യയിൽ കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിലും SFO ടെക്നോളജീസിന് സൗകര്യങ്ങളുണ്ട്. റാഫേൽ പ്രോഗ്രാമിനായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉയർന്ന മൂല്യമുള്ളതും സാങ്കേതികമായി സങ്കീർണമായതുമായ വയേർഡ് ഘടനകൾക്കായുള്ള ആദ്യത്തെ പ്രധാന കരാർ ആണ് ഇതെന്ന് തേൽസ് തിങ്കളാഴ്ച വ്യക്തമാക്കി. ഈ ഘടകങ്ങൾ സമ്മർദ്ദകരമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ നേരിടാനും റാഫേലിന്റെ പ്രധാന ദൗത്യ സംവിധാനങ്ങളിലൊന്നായ RBE-2 റഡാറിന്റെ നിർണായക ഭാഗമാകാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്നും തേൽസ് പറഞ്ഞു. ഈ കരാർ SFO ടെക്നോളജീസുമായുള്ള തേൽസിന്റെ ദീർഘകാല പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഉയർന്ന കൃത്യതയുള്ളതും സിസ്റ്റം ഇന്റൻസീവുമായ മേഖലകളിൽ ഇന്ത്യയുടെ വ്യോമശക്തി ശക്തിപ്പെടുത്തുന്നതിന് Su-57 അല്ലെങ്കിൽ റഫേൽ ജെറ്റുകൾ വേഗത്തിൽ വ്യോമസേനയിൽ ഉൾപ്പെടുത്തണമെന്ന് എയർ ചീഫ് മാർഷൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് വിതരണം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾക്കായി ഇന്ത്യയിൽ തന്നെ നൂതന റഡാർ ഏവിയോണിക്സ് ഉൽപാദനം പ്രാദേശികവൽക്കരിക്കാനുള്ള വിശാലമായ തന്ത്രവുമായി ഈ നീക്കം യോജിക്കുന്നുവെന്ന് കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 റാഫേൽ വിമാനങ്ങൾക്കുള്ള ഓർഡർ അനുസരിച്ചാണ് ഈ വികസനം. ദസോൾട്ട് ഏവിയേഷൻ റാഫേൽ വ്യാവസായിക സംഘത്തിന്റെ ഭാഗമായി വ്യോമയാന പ്രതിരോധ മേഖലകളിലുടനീളമുള്ള ഇന്ത്യൻ കമ്പനികളുമായി ആഴത്തിലുള്ള ഇടപെടൽ ഉൾപ്പെടുന്ന ഒരു പ്രാദേശികവൽക്കരണ റോഡ് മാപ്പ് തേൽസ് നടപ്പിലാക്കുന്നുണ്ട്. ഈ പങ്കാളിത്തത്തിന് കീഴിൽ SFO ടെക്നോളജീസ് പ്രിസിഷൻ മെഷീനിംഗ്, അസംബ്ലി, വയറിംഗ്, ഇലക്ട്രോണിക്സ്, മൈക്രോ ഇലക്ട്രോണിക്സ്, സങ്കീർണമായ സിസ്റ്റം ഇന്റഗ്രേഷൻ എന്നിവയുൾപ്പെടെയുള്ള കഴിവുകൾ നൽകും. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തോടുള്ള ഞങ്ങളുടെ ഉറച്ച പ്രതിബദ്ധതയെ ഈ പങ്കാളിത്തം പ്രതിഫലിക്കുന്നു. പതിറ്റാണ്ടുകളായി ശക്തമായ പ്രാദേശിക സഹകരണത്തിലൂടെ ഇന്ത്യൻ ആവാസ വ്യവസ്ഥയിൽ തദ്ദേശീയ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും ലോകോത്തര വൈദഗ്ധ്യം വളർത്തിയെടുക്കുന്നതിനും ഞങ്ങൾ സ്ഥിരമായി നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും തേൽസിലെ പ്രവർത്തനങ്ങളുടെയും പ്രകടനത്തിന്റെയും സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് നോച്ചെ പറഞ്ഞു. എല്ലാ പരിപാടികളിലും SFO ടെക്നോളജീസ് നൂതനാശയങ്ങളും വിശ്വാസ്യതയും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയുടെ സ്വാശ്രയ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഈ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കുള്ളിൽ പുതിയ സാങ്കേതിക വൈദഗ്ധ്യം വിന്യസിക്കുന്നതിനും പ്രാദേശിക വ്യവസായത്തെ ആഗോള യുദ്ധവിമാന വിതരണ ശൃംഖലയിലേക്ക് സംയോജിപ്പിക്കുന്നതിനും കരാർ സഹായിക്കുമെന്നും SFO ടെക്നോളജീസ് പറഞ്ഞു. SFO ടെക്നോളജീസിൽ തേൽസ് തുടരുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ബഹുമാനിക്കപ്പെടുന്നു. കൂടാതെ ഇന്ത്യയിൽ റഫേലിനുള്ള ഉപകരണ നിർമ്മാണത്തിന് സംഭാവന നൽകുന്നതിൽ അഭിമാനിക്കുന്നു. ഗുണനിലവാരവും സമയനിഷ്ഠതയും ഞങ്ങളുടെ മുൻഗണനകളായി തുടരുമെന്നും SFO ടെക്നോളജീസ് CMD N ജഹാംഗീർ പറഞ്ഞു. കരാറിന്റെ മൂല്യം, പ്രാദേശികമായി നിർമ്മിക്കേണ്ട ആകെ റഡാറുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിനുള്ള സമയപരിധി എന്നിവ രണ്ട് കമ്പനികളും വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.